കഴിഞ്ഞയാഴ്ച കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരുന്നു കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഛത്തീസ്ഗഡിൽ ഭരിക്കുന്ന BJP സർക്കാർ കേരളത്തിൽ നിന്നുള്ള 2 കന്യാസ്ത്രീകളെ അന്യായമായി കസ്റ്റഡിയിലെടുക്കുകയും അവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുകയും വീണ്ടും കൽത്തുറങ്കിലടക്കുകയും ചെയ്ത സംഭവം. അവർ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിച്ചാണ് അവരെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും ചെയ്തത്. സത്യത്തിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സേവന പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്ന ഈ ഒരു മഠവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കന്യാസ്ത്രീ മഠങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിഭാഗമാണ് ഇവർ എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്, ആർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. കഴിഞ്ഞ സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ അവർ ചാരിറ്റി മേഖലയിൽ ആശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സമൂഹമാണ്. അത് ഏവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അവരെയാണ് 2ഓളം ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്കെതിരെ മൊഴിയുണ്ടാക്കിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബജ്രംഗദൾ പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ ഇവരെ തടഞ്ഞു വെക്കുകയും തുടർന്ന് റെയിൽവേ പോലീസിന് കൈമാറുകയും അവിടെ FIR രജിസ്റ്റർ ചെയ്ത് ജയിലിലടക്കുകയും ചെയ്തത്. വലിയ പ്രതിഷേധമാണ് കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. രാഷ്ട്രീയ മതഭേദമന്യേ വിവിധ കക്ഷികൾ പ്രതിഷേധിച്ചു. ഇടതു വലത് മുന്നണികൾ, കേരളത്തിൻ്റെ ഔദ്യോഗിക ഭരണകൂടം, അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ, പൊതുസമൂഹവും ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. വാർത്താ ചാനലുകളിൽ 24 മണിക്കൂറും ഇതുമായി ബന്ധപ്പെട്ട വിശകലനങ്ങളും ചർച്ചകളും തുടർന്നുകൊണ്ടേയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും BJP കേരളത്തിൽ പ്രതിരോധത്തിലാവുകയും ചെയ്തു. എന്നാൽ ഛത്തീസ്ഗഡിൽ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ. ഛത്തീസ്ഗഡിൽ BJP ഇത് അവരുടെ നേട്ടമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അഥവാ ക്രിസ്ത്യൻ ഒരു മതപരിവർത്തന സംഘത്തെ ഞങ്ങൾ തടഞ്ഞു വെക്കുകയും ഞങ്ങളുടെ ഭരണകൂടം അവരെ ജയിലിലടക്കുകയും ഞങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്തു എന്നുള്ള രീതിയിൽ ഛത്തീസ്ഗഡിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിലെത്തുമ്പോൾ BJP പ്രതിരോധത്തിലായി. അതിൻ്റെ കാരണം വ്യക്തമാണ്. ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി BJP നടത്തി വരുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങളും. ഈ ഒരു പ്രത്യേക വിഷയത്തിൽ, ഈ ഒരു മാൻ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് കേരളത്തിലുള്ള BJP ഘടകത്തിന് ഇടപെടേണ്ടി വന്നു എന്ന് വേണമെങ്കിൽ പറയാം. അമിത്ഷാ ഈ കേസുമായി ബന്ധപ്പെട്ട് അത് കോടതിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ജാമ്യം കിട്ടുമെന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചു. അങ്ങനെ കന്യാസ്ത്രീകൾക്കെതിരായ ഛത്തീസ്ഗഡിൽ നടക്കുന്ന ഈ ഒരു പ്രവർത്തനങ്ങൾ, അവിടുത്തെ ഭരണകൂടം നടത്തുന്ന പ്രവർത്തനങ്ങൾ തെറ്റായതാണെന്നും അവരെ അന്യായമായി കസ്റ്റഡിയിലെടുത്തതാണെന്നും അവർക്കെതിരെയുള്ള കുറ്റങ്ങൾ റദ്ദ് ചെയ്യണമെന്നും FIR റദ്ദ് ചെയ്യണമെന്നും അവർക്ക് മോചനം സാധ്യമാക്കണമെന്നുമുള്ള ആവശ്യം കേരളത്തിൽ നിന്നുള്ള എല്ലാ മേഖലകളിൽ നിന്നുയർന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സംഘടനകളും അക്കാര്യത്തിൽ ഒന്നിച്ചു നിന്നു. അതുകൂടാതെ തന്നെ ഈ പാർലമെന്റിലെ MP-മാർ ഇതൊരു വിഷയമായി പാർലമെന്റിൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്നു. പാർലമെന്റിന് പുറത്തും LDF-ന്റെയും UDF-ന്റെയും MP-മാർ പ്രത്യേകമായി പ്രതിഷേധവുമായി രംഗത്ത് വന്നു. കൂടാതെ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള ആളുകൾ ഈ നേരത്തെ ഛത്തീസ്ഗഡിൽ പോവുകയും അവരുടെ മോചന സമയത്ത് അവരെ കേക്കുമായി അല്ലെങ്കിൽ മധുര ലഡുവുമായി സ്വീകരിക്കുകയും ചെയ്തു. അനുകരണീയമായ ഒരു മാതൃകയാണിത്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു നിരപരാധികളായ ആളുകളെ ഒരു ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് ഒരു ഫാസിസ്റ്റ് സമീപനം എന്ന രീതിയിൽ വിശേഷിപ്പിക്കാവുന്ന, ഇന്ത്യ രാജ്യത്തെ എല്ലാവർക്കും എല്ലായിടത്തും സഞ്ചരിക്കാനും അതുപോലെ തന്നെ പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരം ഒരു അവർക്കെതിരായ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, മനുഷ്യക്കടത്തെന്ന വലിയ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അവരുടെ ജയിലിലടച്ചിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഈ കന്യാസ്ത്രീകൾക്ക് മുമ്പ് പല പാസ്റ്റർമാരും അതുപോലെ തന്നെ പല ക്രിസ്ത്യൻ വിഭാഗങ്ങളും ഉത്തരേന്ത്യയിൽ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. അന്നൊന്നും കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കണ്ടിട്ടില്ല. ഇത് മറ്റൊരു വസ്തുതയാണ്. അതല്ലാതെ ചില കാര്യങ്ങൾ കൂടി ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അത് കൃത്യമാണ്. ഒന്ന്,
ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ജയിലുകളിൽ നിരപരാധികളായ ആയിരക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കരിനിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂടങ്ങൾക്കെതിരായ ശബ്ദിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ഭരണകൂടത്തിനും സർക്കാരിനും ഇഷ്ടമില്ലാത്ത ഭാഷകൾ കൊണ്ട് സംസാരിച്ചതുകൊണ്ട്, അവർക്കെതിരെ എതിർപ്പിന്റെ ശബ്ദങ്ങൾ ഉയർത്തിയതുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ അങ്ങനെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ജയിലുകളിൽ അനവധി ആളുകൾ കിടക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. വിശിഷ്യ മുസ്ലിം സമുദായത്തിലെ പല ആളുകളും, മുസ്ലിം സമുദായത്തിലെ പണ്ഡിതരെ, അല്ലെങ്കിൽ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആക്ടിവിസ്റ്റുകളെ, അല്ലെങ്കിൽ മുസ്ലിം സമുദായവുമായി അതിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുമ്പിട്ട് ഇറങ്ങിയ ആളുകളൊക്കെ രാജ്യത്തിൻ്റെ വിവിധ ജയിലുകളിൽ കിടക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. കേരളത്തിൽ നിന്നുള്ള പല ആളുകളും പല സമയത്തും ഇത്തരത്തിലുള്ള വേട്ടയാടലുകൾക്ക് ഇരയായിട്ടുണ്ട്, ജയിലുകളിൽ അടക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട്. നിരപരാധികളായ ആളുകളെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ജയിലിൽ അടച്ചിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. പലർക്കും വർഷങ്ങളോളം ജാമ്യമില്ലാതെ പോലുമാണ് ജയിലിൽ കിടക്കുന്നത്. അഥവാ UAPA പോലെയുള്ള കരിനിയമങ്ങൾ ചാർത്തിക്കഴിഞ്ഞാൽ അവർക്കൊരിക്കലും ജാമ്യം കിട്ടാനുള്ള സാധ്യതകൾ പോലും ഇല്ലാതാവുകയും കൃത്യമായിട്ട് ചികിത്സ പോലും കിട്ടാത്ത സാഹചര്യം പോലും പലർക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യ രാജ്യത്തിലെ 20 കോടി മുസ്ലിങ്ങളാണ് രാജ്യത്ത് ഉണ്ട് എന്നതാണ് കണക്കാക്കപ്പെടുന്നത്. രാജ്യത്തിൻ്റെ ജനസംഖ്യയിലെ 16% ആളുകൾ മുസ്ലിങ്ങളാണ് എന്നതാണ്. അതിനേക്കാൾ ചെറിയൊരു വിഭാഗമായ, അതിനേക്കാൾ ന്യൂനപക്ഷ വിഭാഗമായ ക്രിസ്ത്യൻ വിഭാഗത്തിലെ, അല്ലെങ്കിൽ ഈ ഒരു സമാധാനവാഹകർ എന്ന് വിശേഷിപ്പിക്കുന്ന കന്യാസ്ത്രീകളെ രാജ്യത്തിൻ്റെ ജയിലുകളിൽ അടക്കപ്പെട്ടപ്പോൾ കേരളത്തിൽ എല്ലാ വിഭാഗം ആളുകളും പ്രതിഷേധിക്കുന്നു, അതിനെതിരെ രംഗത്ത് വന്നു. ജനപ്രതിനിധികൾ അവർക്ക് വേണ്ടി സംസാരിക്കുന്നു, പാർലമെന്റിൽ ചർച്ചയുണ്ടാകുന്നു, പാർലമെന്റിൽ കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും MP-മാർ അവർക്ക് വേണ്ടി സംസാരിക്കുന്നു. എന്നാൽ ഇപ്പുറത്ത് അസം അടക്കമുള്ള, അല്ലെങ്കിൽ ഗുജറാത്തും UP-യും അടക്കമുള്ള സംസ്ഥാനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടങ്ങളിൽ ബുൾഡോസർ രാജുകൾ ഉണ്ടാവുന്നു, അവരുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്നു, അവരുടെ വോട്ടർ പട്ടികയിൽ നിന്നും ലിസ്റ്റിൽ നിന്നും പുറത്താക്കുന്നു, അതല്ലാതെയുള്ള അതിക്രമങ്ങൾക്ക് ഇരയാവുന്നു, പരസ്യമായ ആൾക്കൂട്ട വിചാരണകൾക്ക് അവർ ഇരയാവുന്നു. ഇതൊക്കെ ആരാണ് ഇരയാകുന്നത്? രാജ്യത്തെ പ്രബലമായ ന്യൂനപക്ഷമായ 20 കോടിയോളം ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന മുസ്ലിം സമുദായമാണ്. പക്ഷേ ഈ വിഷയങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങളും പലപ്പോഴും നമ്മൾ കാണാറില്ല. പാർലമെന്റിൽ ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ കോൺഗ്രസിൻ്റെയോ ഇടതുപക്ഷത്തിൻ്റെയോ ആളുകൾ പലപ്പോഴും രംഗത്ത് വന്നതായിട്ട് നമ്മൾ കാണാറില്ല. അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഈ കേരളത്തിൽ നിന്നുള്ള ഈ കന്യാസ്ത്രീകളെ ഇത്തരത്തിലുള്ള തെറ്റായ ഭരണകൂടത്തിൻ്റെ നടപടിയുടെ ഭാഗമായി ജയിലിലടക്കപ്പെട്ടപ്പോൾ കേരളത്തിലുണ്ടായ ചാനൽ ചർച്ചകളുടെ ഒരംശം പോലും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ചാനൽ ചർച്ചകൾ ഉണ്ടാവുന്നില്ല, സംവാദങ്ങൾ ഉണ്ടാവുന്നില്ല. അതിനവിടുത്തെ ഭരണകൂടം ഉത്തരം പറയേണ്ടി വരുന്നില്ല, അല്ലെങ്കിൽ ആർക്കും അവർക്ക് വേണ്ടി സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. ഉത്തരങ്ങൾ കൃത്യമാണ്. കാരണം ഈ പ്രബലമായ ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾ എന്നുള്ളത് അവർ ഒരിക്കലും BJP-യുമായോ RSS-ഉമായോ ഏതെങ്കിലും രീതിയിലുള്ള അനുരഞ്ജനങ്ങൾക്ക് തയ്യാറാവില്ല. അവർ എപ്പോഴും ഈ ഒരു ഫാസിസ്റ്റുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന RSS-ഉമായിട്ടുള്ള വിഷയത്തിൽ അവർ, അല്ലെങ്കിൽ BJP-യുമായിട്ടുള്ള അനുരഞ്ജനങ്ങൾക്ക് തയ്യാറാവാത്തത് കൊണ്ട് തന്നെ അവർ എപ്പോഴും തങ്ങളുടെ വോട്ടുകുത്തികളായി മാറുമെന്നുള്ള ധാരണ പ്രബലമായ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും തങ്ങൾക്കെതിരായ നിലപാടുകൾ സ്വീകരിക്കില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് അവർക്ക് വേണ്ടി ഒന്ന് പാർലമെന്റിലോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നിയമ സംവിധാനങ്ങളിലോ നിയമപ്രക്രിയയിലോ സംസാരിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു. പലപ്പോഴും നമ്മൾ ഇത് കണ്ടുവരുന്നു. രാജ്യത്തിൻ്റെ മുഖ്യ പ്രതിപക്ഷമായ പാർട്ടികളോ ഒരിക്കൽ പോലും ഇത്തരം വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നില്ല. രാജ്യത്ത് അനധികൃതമായി ജയിലിലടക്കപ്പെട്ട് കഴിയുന്ന ആയിരക്കണക്കിന് നിരപരാധികളെ അവരുടെ മോചനത്തിന് വേണ്ടിയുള്ള ശബ്ദങ്ങൾ പലപ്പോഴും ഈ പ്രതിപക്ഷങ്ങളിൽ നിന്നും ഉണ്ടാവുന്നില്ല. അതായത് കേവലം ഒരാഴ്ച കൊണ്ട് ജാമ്യം കിട്ടുന്ന കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ എത്ര കൂലങ്കൃഷ്ടമായ ചർച്ചകൾ നടന്നുവോ, അല്ലെങ്കിൽ അതിൻ്റെ മനുഷ്യാവകാശ ലംഘനങ്ങളെ പറ്റിയിട്ടുള്ള സംസാരങ്ങൾ രാജ്യത്ത് നടന്നുവോ, അല്ലെങ്കിൽ കേരളത്തിലുണ്ടായോ, അതിനെതിരെയുള്ള പ്രതിഷേധങ്ങളുണ്ടായോ, കേരളത്തിലെ സർക്കാർ തന്നെ ഔദ്യോഗികമായി വിഷയത്തിൽ ഇടപെട്ടോ, ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു. MP-മാർ പാർലമെന്റിൽ സംസാരിക്കുന്നു, രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ മുഴുവനും
ഇത്തരത്തിലുള്ള ചർച്ചകൾ കൊണ്ട് മുറുകുന്നു. പക്ഷേ ഇവിടെ പ്രബലമായ 20% പ്രതിനിധീകരിക്കുന്ന ഒരു ജനസമൂഹത്തിൻ്റെ ആളുകൾ രാജ്യത്തിൻ്റെ വിവിധ ജയിലുകളിൽ അകപ്പെടുമ്പോൾ, കരിനിയമങ്ങൾ ഉപയോഗപ്പെടുത്തി അവരെ ഇതാക്കുമ്പോൾ, ബുൾഡോസർ രാജുകൾ രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ, തെരുവിലേക്ക് അവരെ വലിച്ചെറിയുമ്പോൾ, നദിയിൽ നിന്നും പുഴയിൽ നിന്നും അവരെ വലിച്ചെറിയുമ്പോൾ, അസം പോലെയുള്ള ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നമ്മളെ നെട്ടിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഒരിക്കൽ പോലും ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് രാജ്യത്തിൻ്റെ പ്രതിഷേധങ്ങൾ ഉയർത്താൻ ഈ മുഖ്യധാരകൾ പലപ്പോഴും തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കന്യാസ്ത്രീകൾക്കെതിരായ നടപടി പൂർണ്ണമായിട്ടും ഒരു തെറ്റായ സമീപനമാണെന്ന് നമ്മൾ ആവർത്തിച്ച് ആണയിട്ട് പറയുമ്പോൾ, മറ്റൊരു ഭാഗത്ത് നിരപരാധികളായ ആളുകൾ 10-20 വർഷം ജയിലിലടക്കപ്പെട്ട് അവരുടെ മോചനം പോലും സാധ്യമാകാത്ത ഒരു അന്തരീക്ഷം കൂടി രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ കന്യാസ്ത്രീകൾക്ക് വേണ്ടി രംഗത്ത് വന്ന ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളായ പലരും, അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കന്മാരും, പാർലമെന്റിലും പുറത്തുമുള്ള ജനപ്രതിനിധികളും അതല്ലാതെയുള്ള ആളുകളും ഒക്കെ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന അത്രയും ഉച്ചത്തിൽ, അത്രയും ആഴത്തിൽ ഈ ഒരു ജനവിഭാഗത്തിനോ സമൂഹത്തിനോ വേണ്ടി സംസാരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് പലപ്പോഴും ഒരു യാഥാർത്ഥ്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ആത്യന്തികമായി ഇതിനെപ്പറ്റി വിശകലനം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പറയേണ്ടതായിട്ടുള്ള കാര്യം.